പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എൻ്റെ നോക്കുമ്പോൾ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തീരൊക്കെ തട്ടി. പിന്നെ എനിക്ക് മനസ്സിലായി ചലിച്ചു. ഞാൻ ഓടുമ്പോഴേക്കും ഇവിടെ നറുചട്ടി പൊട്ടി. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറുണ്ട്. തൃശൂരിലെ മുണ്ടത്തിക്കോടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ദുരന്തത്തിൽ അതിജീവിച്ച വിൽസൺ ഞെട്ടൽ മാറാതെ പറഞ്ഞു നിർത്തുമ്പോൾ ഭാഗ്യം അവരെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് നമ്മളുള്ളിൽ പറഞ്ഞു പോകുന്നു. പെട്ടെന്ന് അങ്ങനെ ഓടി രക്ഷപ്പെട്ടു, ഭാഗ്യം മാത്രമേ പറയാൻ പറ്റൂ. വേനൽക്കാലമായാൽ തൃശൂർ പൂരവും വിഷുവും ഉത്സവങ്ങളും വെടിക്കെട്ടും ആകാശത്ത് വർണ്ണവിസ്മയം വിരിയിക്കുന്ന കാഴ്ചകളുമൊക്കെയായി തകൃതിയായിരിക്കും. എന്നാൽ ഈ കാഴ്ചകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ തൊഴിൽ സാഹചര്യത്തെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? അത്യധികം അപകടം നിറഞ്ഞതാണത്. കേരളത്തിലേക്ക് പടക്കം എത്തുന്നത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാണ്. ലൈസൻസോട് കൂടിയും അല്ലാതെയും കേരളത്തിൽ പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണശാലകളുമുണ്ട്. ഇത്തരത്തിൽ 25 വർഷത്തിനിടെ കേരളത്തിൽ ചെറുതും വലുതുമായി 700-ലധികം വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായെന്നാണ് കണക്ക്. ഈ അപകടങ്ങളിൽ കുട്ടികളടക്കം 450-ലേറെ പേർ മരണപ്പെട്ടിട്ടുണ്ട്. 2016-ൽ കൊല്ലം പരവൂരിൽ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് ദുരന്തം നമുക്ക് മറക്കാനാവുമോ? 110 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. പുറ്റിങ്ങലിൽ 60 വർഷം മുൻപും അപകടമുണ്ടായെന്നോർക്കണം. 2006-ലും തൃശൂർ പൂരത്തിന് തയ്യാറാക്കിയിരുന്ന വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥലത്തുണ്ടായ അപകടത്തിൽ നഷ്ടപ്പെട്ടത് 7 പേരുടെ ജീവനാണ്. വെടിക്കെട്ടുകളുടെ കാര്യത്തിൽ എത്ര കണ്ടാലും പഠിക്കാത്തവരാണ് മലയാളികൾ. പല ഉത്സവങ്ങളിലും ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും ഇന്നും അത് തുടരുന്നു. ആനകൾക്ക് മദപ്പാടുണ്ടാകുന്ന വേനൽക്കാലത്ത് തന്നെ അവയെ എഴുന്നള്ളിച്ച് നമ്മൾ ഉത്സവങ്ങൾ നടത്തും. പലയിടങ്ങളിലും ആനകൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നത് ഉച്ചത്തിൽ പൊട്ടുന്ന അമിട്ടുകളും വെടിക്കോപ്പുകളുമാണ്. ഇവയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചാലും അപകടത്തിന് കുടപിടിക്കാൻ അവിടെ ജനം ഒറ്റക്കെട്ടാകും. കേരളത്തിലടക്കം വായുമലിനീകരണം മുൻപില്ലാത്ത വിധം മോശമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വായു നിലവാര സൂചിക താഴോട്ട് പതിക്കാനേ ഇത്തരം വെടിക്കെട്ടുകൾ സഹായിക്കുമെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. വായു നിലവാര സൂചിക താഴ്ന്നതോടെ ഡൽഹി ഇന്ന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ നമ്മൾ കാണുന്നതല്ലേ. കേരളത്തിൽ ഇപ്പോൾ കടുത്ത ചൂടാണ്. ചില ജില്ലകളിൽ 40 ഡിഗ്രി വരെ താപനില ഉയർന്നേക്കാമെന്ന് മുന്നറിയിപ്പുകൾ ലഭിക്കുന്നു. അതിനിടെയാണ് കേവലം കാഴ്ചയുടെ വിസ്മയമൊരുക്കുന്നതിന് ചൂടും പുകയും വായുമലിനീകരണവും മാത്രം സൃഷ്ടിക്കുന്ന വെടിക്കെട്ട് തന്നെ നമ്മൾ വേണമെന്ന് വാശി പിടിക്കുന്നത്. വെടിക്കെട്ട് നടത്തിയാൽ മാത്രമേ ഉത്സവം നടക്കൂ എന്നാണോ? അത്തരം പിടിവാശികൾ ഒഴിവാക്കേണ്ട കാലം അതിക്രമിച്ചില്ലേ? ഇനി ഇതെല്ലാം പോട്ടെ, ലോകത്തെല്ലായിടത്തും ഫയർ വർക്ക്സ് ഡിസ്പ്ലേകൾ നടത്തുമ്പോഴും ഇത്തരം അപകടങ്ങൾ നമ്മൾ കാണാറുണ്ടോ? ലോകത്തിലെ തിരക്കേറിയ നഗരങ്ങളിൽ ഒന്നായ ബുർജ് ഖലീഫയിലെ വെടിക്കെട്ട് കണ്ട് മലയാളി അന്തം വിട്ടു നിൽക്കാറുണ്ട്. അവിടെയൊന്നും സുരക്ഷിതമല്ലാത്ത നിലയിൽ കരിമരുന്ന് നിലത്ത് കൂട്ടിയിട്ട് കൈകൊണ്ട് കുഴച്ചും തിരികൾ വെയിലത്തുണക്കാനിട്ടും ഇത്തരം വസ്തുക്കൾ അലക്ഷ്യമായി കൂട്ടിയിട്ടുമല്ല നിർമ്മാണ രീതി. പടക്ക നിർമ്മാണത്തിന് ഇൻഡസ്ട്രിയൽ ലെവൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് കൂടി നമ്മൾ ഓർക്കണം. ഇതിനെല്ലാം ഇലക്ട്രോണിക് കൺട്രോൾ പാനലുകളും ടൈമറുകളും റിമോട്ട് സിസ്റ്റവും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലൊന്നും അപകടങ്ങളുമില്ല. നമുക്ക് പക്ഷെ അങ്ങനെയല്ലല്ലോ. എല്ലാം പരമ്പരാഗത രീതിയിൽ തന്നെ വേണം. ഈ കാഴ്ചപ്പാടാണ് പ്രശ്നം. ഇവിടെ ഇലക്ട്രോണിക് പൈറോടെക്നിക് സിസ്റ്റം ഉപയോഗിച്ചാൽ മലയാളിക്ക് വെടിക്കെട്ടിന്റെ ഫീലും ഗുമ്മും ഒന്നും കിട്ടില്ലെന്നാണ്. ഇന്ന് ഇതിനൊക്കെ പരിസ്ഥിതി സൗഹൃദ ബദലുകൾ നിലനിൽക്കെയാണ് നമ്മൾ വെടിക്കെട്ടിന് വാശി പിടിക്കുന്നതെന്ന് ഓർക്കണം. എന്തൊക്കെയാണ് ആ ബദലുകൾ എന്ന് നോക്കാം. ഒന്ന് കോൾഡ് സ്പാർക്കാണ്. ഇന്ന് കല്യാണങ്ങൾക്കും മറ്റും ഓഡിറ്റോറിയങ്ങളിൽ സ്ഥിരമായി കാണുന്ന ഒന്നാണ് കോൾഡ് സ്പാർക്ക്. വെടിക്കെട്ടുമായി തട്ടിച്ചു നോക്കുമ്പോൾ ചൂടോ പൊള്ളലോ പുകയോ ഒന്നും തന്നെയില്ലെന്ന് പറയാവുന്ന അപകട സാധ്യത അത്യധികം കുറവുള്ള ഒന്നാണ് കോൾഡ് സ്പാർക്ക്. മറ്റൊന്ന് ഗ്രീൻ പൈറോടെക്നിക്കും ഗ്രീൻ പടക്കങ്ങളുമാണ്. പരിപൂർണമായി സുരക്ഷിതമെന്ന് പറയാനാകില്ലെങ്കിലും താരതമ്യേന അപകടം കുറവുള്ള ഒന്നാണ് ഗ്രീൻ പൈറോടെക്നിക്കുകൾ. സാധാരണ ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കാൻ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളായ ആഴ്സനിക്കോ ലെഡോ ബേരിയമോ ഒന്നും ഗ്രീൻ പൈറോടെക്നിക്കിൽ ഉപയോഗിക്കുന്നില്ലെന്നതാണ് അതിലെ കാര്യം. ചൂടും പുകയും ഉണ്ടാക്കാത്തതിനാൽ തന്നെ വായുമലിനീകരണവും ശബ്ദമലിനീകരണവും കുറവാണ്. ഇത്തരം പടക്കങ്ങൾ തിരിച്ചറിയുന്നതിനായി പച്ച നിറത്തിലുള്ള ലോഗോ നൽകിയിരിക്കും. മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ദീപാവലി സമയത്ത് ഡൽഹിയിൽ ഗ്രീൻ ഫയർ ക്രാക്കേഴ്സ് വിൽക്കുന്നതിന് സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു. കാലം മാറുന്നതിനനുസരിച്ച് സാങ്കേതിക വിദ്യകളും മാറുകയല്ലേ. ലേസർ LED ഷോകളും ഡ്രോൺ ലൈറ്റ് ഷോകളും എല്ലാം ഉത്സവങ്ങളിൽ ഉൾപ്പെടുത്താമല്ലോ. വെടിക്കെട്ടില്ലെങ്കിൽ ഉത്സവം തന്നെ വേണ്ടെന്ന് വെക്കുന്ന തരത്തിലേക്ക് ക്ഷേത്ര കമ്മിറ്റികളും മറ്റും മാറുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവുന്ന ഒന്നല്ല. മനുഷ്യനോ മൃഗമോ
ജീവൻ ആരുടേതായാലും അത് അപഹരിക്കുന്ന ആഹ്ലാദങ്ങൾ ഉപേക്ഷിക്കേണ്ട കാലമായില്ലേ? ഇനി ഒഴിവാക്കാനേ സാധിക്കുന്നില്ലെന്നാണെങ്കിൽ പണി തീരുന്ന മുറയ്ക്ക് ഇത്തരം സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടേ? തൃശൂരിലെ മുണ്ടത്തിക്കോടിലുണ്ടായ വെടിക്കെട്ട് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിൽസൺ 50 വർഷത്തോളമായി പടക്ക നിർമ്മാണ ജോലിയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ജോലിയിലേക്ക് ഇല്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ ആ ദുരന്തമുണ്ടാക്കിയ ആഘാതം നമുക്ക് വിട്ടുകളയാനൊക്കുമോ?